മിസ്റ്റർ അൽഷൈമർ. ചിലവർക്ക് ഞാൻ അൽഷൈമറാകാം, ചിലവർക്ക് ഞാൻ നല്ലോനാകാം, വെടക്കോനാകാം. ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി, എന്തായാലും എനിക്ക് പിരാന്താണ്, നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ, ഇപ്പൊ എന്താ ഇങ്ങനെ. ഞാൻ ചിന്തിച്ച്, കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരവിധി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുചാഹത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ. എന്റെ കൂട്ടുകാരിൽ ഒരുപാട് അസ്സലാമലൈക്കും പറഞ്ഞു പോയി കേട്ടാ, ഒരുപാട് പേര് മണ്ണ് തിന്ന്. ഇപ്പൊ അടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മളങ്ങോട്ടേക്ക് തന്നെ, കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. ഈ രാന്താണെന്ന് വിചാരിച്ചോളൂ, അതൊരു മൊഞ്ച. അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക, നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതില്. എന്നിട്ട് പഞ്ചസാര ഇടണ്ട, 2 സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക. എന്റെ മോനെ എല്ലാ രോഗവും പോയി. എന്ത് രോഗം പോയി? നമുക്ക് ഈ ശോചനം ക്ലിയർ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഗ്യാസ് ട്രബിള്, നടുവേദന, തലവേദന, നെഞ്ഞുവേദന, ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം ഏതാണെന്നറിയാവുക? ഷെറ് വരുമ്പോൾ സന്തോഷിക്കണം. ഈ ഷെറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിലില്ലേ, നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ. അത് എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാന്ന് പറയുന്നത്. ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ഹൈറ് 100% 100% ഹൈറ് വരും എന്നുള്ളതാ. എന്തായാലും വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഒരു 50-60 വയസ്സിലുള്ള 70 വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ്. കാരണം പലതും അവർ അതിജീവിച്ച് പിന്നെ ഒരു സ്വസ്ഥ ജീവിതമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഷെറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, യാ അല്ലാഹ് വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടാ. കാരണം ഹൈറ് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല, ഷെറ് ഓർമ്മയിലുണ്ടാവും, കൺട്രോളിൽ പോകും നമ്മൾ. മനസ്സിലായ? ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടാ, ഒരു ടൈം പാസ്. എന്തെങ്കിലും പഠിച്ചതല്ല ഇങ്ങനെ പറയുമ്പോ ചില ആൾ കമന്റ് എല്ലാം എഴുതു, അതായത് എനിക്ക് പിരാന്താടോ. അങ്ങനെ രസത്തിൽ വരുന്ന ഞാന് ഇപ്പൊ അടുത്ത് ബുറൈമി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒമാനിൽ ബുറൈമിയിൽ കുറച്ച് ദിവസം, ഒരു കൊല്ലത്തോളം ഉണ്ടായി. അവിടുത്തെ ഒരു സുബഹി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് യാ അല്ലാഹ് ഒരു 5-6 സഫ് അറബികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും ഉണ്ടാവും. ഒരു 5-6 സഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി. എന്നിട്ടുണ്ട് ഒരു സുബഹി നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഒരു ബംഗ്ലാദേശിയായിരുന്നു. എന്തോ ഒരു കിറായത്താണെന്നറിയാവോ? മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സ് കിട്ടാൻ മനുഷ്യനിക്ക്. റുക്കൂയിൽ 13 പ്രാവശ്യം ദിക്ർ ചൊല്ലും, സുജൂദിൽ 13 പ്രാവശ്യം ദിക്ർ ചൊല്ലും, വലിയ സൂറത്ത് ഓതും. അങ്ങനെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല. 13 പ്രാവശ്യം റുക്കൂയിൽ ദിക്ർ ചൊല്ലുക, സുജൂദിലും 13 പ്രാവശ്യം ദിക്ർ ചെല്ലുന്നു. എന്നിട്ട് ദ്വാരുന്നു, യാ അല്ലാഹ്, നല്ല ഊതിന്റെ മണത്തിൽ AC-യിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വർഗീയ അനുഭൂതിയാണ് കേട്ടാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പഠിച്ചോനെ നമ്മളെല്ലാം അങ്ങനെ ആക്കിത്തരട്ടെ. ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി. വല്ലാത്തൊരു മുഞ്ച കേട്ടാ, വല്ലാത്തൊരു മുഞ്ച സുബഹി നിസ്കാരം. വലിയ വലിയ സൂറത്താണ് ഓതുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബോറടിപ്പിക്കുന്നില്ല.